സത്യം പറഞ്ഞാൽ എനിക്ക് നല്ല ടെൻഷൻ ഉണ്ടായിരുന്നു. ലൊക്കേഷനിൽ എത്തി, അത് സിനിമ തീരുന്നിടം വരെ ഭയങ്കര ടെൻഷനായിരുന്നു. പിന്നെ ആ ടെൻഷൻ കുറഞ്ഞതെന്ന് വെച്ചാൽ ശങ്കരേട്ടൻ അവിടെ ഉണ്ടായിരുന്നു, ഡയറക്ടറൊക്കെ ഭയങ്കര, എല്ലാവരും ഭയങ്കര സപ്പോർട്ടായിരുന്നു എനിക്ക്. ഇപ്പോൾ ഞാൻ സിനിമയുടെ കഥ കേൾക്കുമ്പോഴും അഭിനയിക്കുമ്പോഴൊക്കെ ഞാൻ വിചാരിച്ചത് ഈ പറഞ്ഞ പോലെ അവാർഡ് പടമായിരിക്കും, ഒരു സ്ലോ പേസ് മൂവി ഞാൻ വിചാരിച്ചു. പക്ഷേ ഈ സിനിമ ആദ്യമായിട്ട് തിയേറ്ററിൽ ഞാൻ അപ്പോഴാണ് ഫസ്റ്റ് സിനിമ മൊത്തം കാണുന്നത്. അപ്പോൾ ഇതിൻ്റെ ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് ആയാലും പെർഫോമൻസ് ആയാലൊക്കെ വളരെ, നേരത്തെ ഞാൻ പറഞ്ഞ പോലെ ഒരു വളരെ നല്ല പേസിൽ പോകുന്ന സിനിമയാണ്. ഒരു സ്ലോ പേസ് സിനിമയോ ഒരു ബോറിംഗ് സിനിമയോ ലാഗ് ഒന്നും സിനിമയ്ക്കകത്തില്ല. വെറും കമേഴ്ഷ്യൽ സിനിമകൾ ചെയ്ത് അല്ലെങ്കിൽ അതിൽ കൂടെ കുറേ കാശുണ്ടാക്കി അതല്ലല്ലോ. സിനിമയ്ക്കും ഒരു വാല്യൂ ഉണ്ടല്ലോ, ആ സോഷ്യൽ കമ്മിറ്റ്മെൻറ്റ് ഉണ്ടാവണം എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. ബിക്കോസ് നമ്മൾ എന്തെങ്കിലും ഒന്ന് പറയാൻ ശ്രമിക്കണം അവിടെ. അത് ജനങ്ങൾ ഏറ്റെടുക്കുകയോ ഇല്ല, അതൊക്കെ വേറെ കാര്യം. പക്ഷേ എന്തെങ്കിലും ഒന്ന് നമ്മൾ ഒരു മെസ്സേജ് അതിനകത്ത് കാണണം എന്നുള്ളതാണ് ഞാൻ എപ്പോഴും പക്ഷെ ഞാൻ ചെയ്യുന്ന അടുത്ത പടം കമേഴ്ഷ്യലാണ്. ഒരുപക്ഷെ അങ്ങനെ ചിന്തിക്കുന്നതുകൊണ്ടായിരിക്കും ഇങ്ങനെ ഒരു പടം ഒരു കണ്ടന്റ് ആൾക്കാർക്ക് എത്തിക്കാൻ പ്രതീക്ഷിച്ച സിനിമയാണ്. ഇത്രയും നല്ല ഔട്ട് വന്നപ്പോൾ അത് റിലീസ് ചെയ്യാൻ ആലോചിക്കുന്നില്ല. സാറിന് ഒരു വലിയ മനസ്സ് ഞാൻ കാണുന്നു. കാരണം പലരും അങ്ങനെ ചെയ്യില്ല. ഒരു OTT സെല്ല് ചെയ്ത് വേഗം സേഫ് ആവാൻ നോക്കുന്ന സ്ഥലത്ത് തിയേറ്ററിൽ ഇറങ്ങണം, ആൾക്കാർ കാണണം എന്ന സംഭവം സാറ് ശ്രമിച്ചത്. അത് പ്രേക്ഷകർ സപ്പോർട്ട് ഞാൻ ആഗ്രഹിക്കണം. നമുക്ക് എന്റർടൈൻമെന്റ് ആവശ്യമാണ്, അത് വേണ്ടാന്നല്ല പറയണേ. പക്ഷെ ഒരു 5 എണ്ണം അത് വരുമ്പോൾ 2 എണ്ണമെങ്കിലും ഇങ്ങനെ വരണം. കാരണം നമ്മൾ എല്ലാം സമൂഹത്തിനും കൂടെ വേണ്ടിയിട്ടായിരിക്കണമല്ലോ ചിലതൊക്കെ. ഹാർവിയോറ, the exclusive collection of adenium plants. ഇനി നിങ്ങളുടെ വീടിന്റെ അകത്തളങ്ങളിൽ ഹാർവിയോറ adenium plants പുഷ്പിച്ചു നിൽക്കും. വെബ്സൈറ്റ് വഴി ഓർഡർ ചെയ്ത് കഴിഞ്ഞാൽ ഇന്ത്യയിൽ എവിടെയും ഫ്രഷ് ആയി ഞങ്ങൾ adenium plant നിങ്ങളുടെ വീട്ടിൽ എത്തിച്ചു തരും. കൂടുതൽ വിവരങ്ങൾക്കായി ഹാർവിയോറ വെബ്സൈറ്റ് സന്ദർശിക്കുക. നമസ്കാരം. മൈൽ സ്റ്റോൺ മേക്കേഴ്സിന്റെ എല്ലാ പ്രിയ പ്രേക്ഷകർക്കും സ്റ്റോറീസ് അൺടോൾഡിന്റെ പുതിയ എപ്പിസോഡിലേക്ക് ഹാർദമായ സ്വാഗതം. ദേവദാരു പൂത്തു എൻ മനസ്സിൻ താഴ്വരയിൽ, നിതാന്തമാം തെളിമാനം പൂത്ത നിഷേധിനി. മലയാള സിനിമാ ഗാനാസ്വാദകരെ സംബന്ധിച്ചിടത്തോളം ഏറെ പ്രിയപ്പെട്ടതായി നിലനിൽക്കുന്ന ഒരു പാട്ടാണ്. ആ ഗാനരംഗം പാടി അഭിനയിച്ച നടൻ വർഷങ്ങൾക്കിപ്പുറം അദ്ദേഹം ഒരു നിർമ്മാതാവിന്റെ കുപ്പായം അണിഞ്ഞ് മലയാള സിനിമയിലേക്ക് വരികയാണ് വീണ്ടും. നമ്മുടെ പ്രിയങ്കരനായ ശങ്കർ സർ നിർമ്മിച്ച നവാഗതനായ സുരേഷ് ഉണ്ണികൃഷ്ണൻ തിരക്കഥ എഴുതി സംവിധാനം ചെയ്യുന്ന എഴുത്തോല എന്ന ചിത്രം. ചിത്രത്തിന്റെ വിശേഷങ്ങൾ പങ്കുവയ്ക്കാനായി ശങ്കർ സർ, താരങ്ങളായ നിഷ ചേച്ചി, ഹേമന്ത് നമ്മോടൊപ്പം ചേരുന്നു. ഏവർക്കും ഹാർദമായ സ്വാഗതം മൈൽ സ്റ്റോൺ മേക്കേഴ്സിലേക്ക്. ശങ്കർ സാറും തുടങ്ങാമെന്ന് വിചാരിക്കുകയാണ്. സർ, എന്നെ സംബന്ധിച്ചിടത്തോളം വ്യക്തിപരമായി ഇത് വളരെയധികം ചാരിതാർത്ഥ്യമുള്ള നിമിഷം കൂടിയാണ്. കാരണം ഇപ്പം ഞാൻ ഇൻട്രോയിൽ പറഞ്ഞ പാട്ട് ദേവദാരു പൂത്തു എൻ മനസ്സിൻ താഴ്വരയിൽ, അത് എഴുതിയത് എൻ്റെ അപ്പനാണ്, ചുരക്കര രാമൻ. അപ്പൻ്റെ ഗാനം വലിയ സുഹൃത്തായിരുന്നു. അറിയാം. എനിക്ക് വേണ്ടി ഒരുപാട് പാട്ടുകൾ എഴുതിയിട്ടുണ്ട്. ഉണ്ട്. അപ്പോൾ അപ്പൻ്റെ ഗാനരംഗങ്ങൾ പാടി അഭിനയിച്ചൊരു വ്യക്തിയെ ഇന്റർവ്യൂ ചെയ്യുക എന്നുള്ളത് വീണ്ടും ഒരു ഭാഗ്യമായി ഞാൻ കരുതുന്നു. നമുക്ക് എഴുത്തോലയാണ് ഏറ്റവും പുതിയ വിശേഷം. എന്താണ് എഴുത്തോല എന്ന സിനിമ? എഴുത്തോല ശരിക്കും പറഞ്ഞാൽ നിഷയുടെ സിനിമയാണ്. ഞാൻ പ്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ട് മാത്രമേ ഉള്ളൂ. നിഷയുടെ സിനിമയാണത്. ഇത് ആക്ച്വലി ഇത് സംവിധാനം ചെയ്തിരിക്കുന്ന സുരേഷ് ഉണ്ണികൃഷ്ണൻ എന്ന് പറയുന്ന എൻ്റെ ഒരു സുഹൃത്താണ്. പുള്ളി ഞാൻ UK ഇപ്പോൾ താമസിക്കുന്നത്. അപ്പോൾ അദ്ദേഹം UK അവിടെയാണ്. പുള്ളി ഒരു ലോയറാണ്. അപ്പോൾ അദ്ദേഹം ഈ കഥ ഞങ്ങൾ സത്യം പറഞ്ഞാൽ വേറെ ചാനലിൽ പറഞ്ഞു, വേറൊരു സിനിമ ചെയ്യാനാണ് ഞങ്ങൾ പ്ലാൻ ചെയ്തത്. പക്ഷേ ഈ കഥ പറഞ്ഞപ്പോൾ ഈ കഥ വളരെ അട്രാക്റ്റീവായിട്ട് തോന്നി. അപ്പം ഞങ്ങൾ ഇതിൻ്റെ സാധ്യതകൾ, സിനിമ റിലീസ് ചെയ്യണോ അങ്ങനെയൊന്നും ഞങ്ങൾ ചിന്തിച്ചിട്ടില്ല. ഈ സിനിമയുടെ കഥ ഇഷ്ടപ്പെട്ടു. അങ്ങനെ ഞങ്ങളിത് സിനിമ എടുക്കാത്തി. ഞാനും ഷൈനോ എന്ന് പറഞ്ഞൊരു എൻ്റെ ഒരു സുഹൃത്തും കൂടിയാണ് ഈ ഫിലിം പ്രൊഡ്യൂസ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഞങ്ങളിത് എടുക്കാമെന്ന് സമ്മതിച്ചു. അങ്ങനെ പിന്നെ ഇതിൻ്റെ ഷൂട്ടിങ്ങും കാര്യങ്ങളൊക്കെ ആയി മുന്നോട്ട് പോയി. അങ്ങനെ നമ്മളതിന് പറ്റുന്ന ഒരു ആർട്ടിസ്റ്റ് ഒരു കാലഘട്ടത്തിൽ നമ്മളെല്ലാവരും ഓലയിലൊക്കെ എഴുതിയല്ലേ വന്നത്. അപ്പോൾ അന്നുണ്ടായിരുന്ന ആശാനും ആശാത്തിയും അവരുടെ ജീവിതവും അതിനെ ബന്ധപ്പെട്ടിട്ട് ഉള്ള ഒരു സ്റ്റോറിയാണത്. അത് ബാക്കി കാര്യങ്ങൾ നിഷ പറഞ്ഞുതരും, നിഷയുടെ ക്യാരക്ടറും ഇതൊക്കെ. അപ്പോൾ അങ്ങനെ ഞങ്ങളൊരു നല്ലൊരു സിനിമ ചെയ്യാം എന്നുള്ള ഒരു ഇതിലാണ് സിനിമ ചെയ്തത്. പക്ഷേ ഈ സിനിമ ചെയ്ത് ഞങ്ങൾ ഈ സിനിമയുടെ പ്രൊജക്ഷൻ കണ്ടപ്പോൾ ഈ സിനിമ തിയേറ്ററിൽ റിലീസ് ചെയ്യണമെന്ന് ഞങ്ങൾ തീരുമാനിച്ചു. ബിക്കോസ് അത്ര രസകരമായിട്ട് ഈ സിനിമ വന്നിട്ടുണ്ട്. ഇത് എല്ലാവർക്കും ഇഷ്ടപ്പെടാവുന്ന ഒരു സിനിമയാണ്. അത് യൂത്ത് ആയാലും അല്ലെങ്കിൽ ആരായാലും ഫാമിലി ആയാലും എല്ലാവർക്കും ഈ സിനിമ ഇഷ്ടപ്പെടും. ബിക്കോസ് എല്ലാവരും ആ ഒരു കാലഘട്ടം കഴിഞ്ഞിട്ടായിരിക്കും വന്നിരിക്കുന്നത്. ഇപ്പോൾ ഇന്നത്തെ കുട്ടികൾക്ക് ചിലപ്പോൾ ന്യൂ ജനറേഷൻ കാണില്ലായിരിക്കും. പക്ഷേ മിക്കവാറും കുറച്ച് മുമ്പേ ഒക്കെയുള്ള ആളുകൾക്ക് അവരെല്ലാവരും ഇതിലൂടെ ആയിരിക്കും കടന്നു വന്നിരിക്കുന്നത്. അപ്പോൾ അവർ തീർച്ചയായിട്ടും അത് റിലേറ്റ് ചെയ്യും എന്നുള്ളതാണ് എൻ്റെ
അങ്ങനെ നിഷ ഇതിൽ മെയിൻ ക്യാരക്ടർ ചെയ്തു, ഹേമന്ത് ഇതിൽ ഹീറോ ആയിട്ട് വരുന്നു. അതാണ് ഇതിൻ്റെ വിശേഷം. ഇതിൻ്റെ സംവിധായകൻ UK-ലാണ്. പുള്ളി ഇന്ന് വരേണ്ടതായിരുന്നു, പക്ഷെ പുള്ളിയുടെ എന്തോ ആർക്കും ഒരു ഹോസ്പിറ്റൽ പ്രോബ്ലം വന്നിട്ട് പുള്ളി വരാൻ സാധിച്ചില്ല. ഇതിൻ്റെ വേറൊരു പ്രൊഡ്യൂസറുണ്ട്, ഷൈനോ എന്ന് പറഞ്ഞാൽ, പുള്ളി വന്നുകൊണ്ടിരിക്കുന്നുണ്ട്, വരും. നിഷ ചേച്ചി, ശങ്കർ സാറിനെ പോലെ ഇത്രയും സീനിയറായ ഒരു ആർട്ടിസ്റ്റ് പറയുകയാണ് എഴുത്തോല ചേച്ചിയുടെ സിനിമയാണ്. അപ്പോൾ എങ്ങനെയാണ് ചേച്ചിയുടെ ഈ സിനിമയിലുള്ള മുഴുവൻ എക്സ്പീരിയൻസ് എങ്ങനെ ഒരു സമ്മറൈസ് ചെയ്ത് പറയാൻ പറ്റുന്നു? ഇതിൽ ഒരു 75 ഏജൊക്കെ ഉള്ളൊരു ക്യാരക്ടറാണ്. ശരിക്കും 2-3 ഏജ് വരുന്നുണ്ട് ഇതിൽ. അപ്പം അങ്ങനത്തെ ഒരാൾ അങ്ങനെ ആ ഒരാളെ വേണം എന്ന് വെച്ചിട്ടാണ് എന്നെ വിളിക്കുന്നത്. ഫസ്റ്റ് വിളിച്ചപ്പോൾ 75 വയസ്സെന്ന് പറയുമ്പോൾ ഞാൻ അങ്ങനെ എന്നെ തന്നെയാണോ എന്നുള്ളൊരു ഡൗട്ട് എനിക്കുണ്ടായിരുന്നു. പിന്നീട് വിളിച്ച് കഥയൊക്കെ പറഞ്ഞ് കഴിഞ്ഞപ്പോൾ മനസ്സിലായി അവർ 2 ഏജ് ചെയ്യേണ്ടത്. 75 മാത്രമല്ല, 75 വരയ്ക്ക് പോകുന്ന ഒരു ട്രാവലാണ്. അപ്പോൾ പ്രസന്റ് വരുന്നത് 75. അപ്പോൾ അങ്ങനെ പറഞ്ഞപ്പോൾ എനിക്ക് സത്യം പറഞ്ഞാൽ എനിക്ക് നല്ല ടെൻഷൻ ഉണ്ടായിരുന്നു. ലൊക്കേഷനിൽ എത്തി, അത് സിനിമ തീരുന്നിടം വരെ ഭയങ്കര ടെൻഷനായിരുന്നു. പിന്നെ ആ ടെൻഷൻ കുറഞ്ഞതെന്ന് വെച്ചാൽ ശങ്കരേട്ടൻ അവിടെ ഉണ്ടായിരുന്നു. ഡയറക്ടറൊക്കെ എല്ലാവരും ഭയങ്കര സപ്പോർട്ടായിരുന്നു എനിക്ക്. കാരണം ഇപ്പോൾ നമ്മളിപ്പോൾ ഒരു ഷോട്ട് കഴിയുമ്പോൾ നമുക്കൊരു ചെന്ന് ചോദിക്കുമ്പോൾ നന്നായിട്ടുണ്ട്, ധൈര്യമായിട്ട് ചെയ്തോളൂ എന്ന് പറയുമ്പോൾ ആ ഒരു വേർഡാണ് സത്യം പറഞ്ഞാൽ ആ പടം തീരുന്നിടം വരെ എനിക്ക് കിട്ടിയ ഒരു സപ്പോർട്ട്. അപ്പോൾ അത് ആണ് എൻ്റെ ഏറ്റവും വലിയ സന്തോഷം. എനിക്ക് എന്തെങ്കിലും ചെയ്യാൻ പറ്റിയിട്ടുണ്ടെങ്കിൽ അത് ഇവരുടെ സപ്പോർട്ട് കൊണ്ട് മാത്രമാണ്. ഓക്കെ, ഹേമന്തേട്ട, ഈ ഒരു മൊമെന്റ് എന്ന് പറയുന്നത് ശരിക്കും വളരെ ഇൻട്രസ്റ്റിംഗ് ആയ, അതായത് ഫാസിൽ സർ ഇൻഡസ്ട്രിയിലേക്ക് കൊണ്ടുവന്ന 2 കാലഘട്ടങ്ങളിലായി കൊണ്ടുവന്ന 2 നായക നടന്മാരാണുള്ളത്. ആ ഒരു കോണ്ടെക്സ്റ്റിൽ കൂടി എഴുത്തോല എത്രത്തോളം സ്പെഷ്യൽ ആകുന്നുണ്ട്? വളരെ സ്പെഷ്യൽ. കാരണം ശങ്കർ സാറിനെ എനിക്ക് അറിയാമായിരുന്നു കുറച്ച് മുമ്പ് തന്നെ. ഇത് മുമ്പ് ഒരു പ്രോജക്റ്റ് സംസാരിച്ചാണ്, പക്ഷെ നടന്നില്ല അത്. പക്ഷേ ഇത് വരുമ്പോൾ ആക്ച്വലി ഇൻട്രസ്റ്റിംഗ് സംഭവം ഇനി വരുന്നുണ്ട്. അദ്ദേഹം ഇപ്പോൾ സംവിധാന സിനിമയിൽ ഞാൻ ഹീറോ അഭിനയിക്കുന്നുണ്ട്. അത് എൻ്റെ ഏറ്റവും വലിയൊരു ഭാഗ്യമാണ്. കാരണം ഫാസ്റ്റ് സാർ കൊണ്ടുവന്ന ഒരാൾ ശങ്കർ സാർ സിനിമയുടെ അഭിനയിക്കുക പറയുന്നത് ഭയങ്കര ഭാഗ്യമാണ്. പക്ഷേ സാർ ഈ പടം പ്രൊഡ്യൂസ് ചെയ്യുമ്പോൾ നമ്മൾ ആദ്യം ശരിക്കും വീണ്ടും പരിചയപ്പെടുന്നത്. അപ്പോൾ ഈ സിനിമ ചേച്ചി പറഞ്ഞ പോലെ ഒരു കാലഘട്ടത്തിൽ കഥ പറഞ്ഞ സിനിമയാണ്. അപ്പോൾ എൻ്റെ ക്യാരക്ടർ എന്ന് പറയുന്നത് ആ ഒരു കാലഘട്ടത്തിൽ ഇത് എഴുത്തോലയിൽ പഠിച്ച് വളർന്ന് ജീവിതത്തിൽ മുന്നോട്ട് പോയി വളരെ സക്സസ്ഫുള്ളായി മാറി വേറെ UK പോലെ കൺട്രിയിൽ പോയി വർക്ക് ചെയ്ത് അങ്ങനെ ഹാപ്പി പോകുന്ന ഒരാളാണ്. അപ്പോൾ അദ്ദേഹം ആരംഭിച്ചത് ലൈഫ് സ്റ്റാർട്ട് ചെയ്തത് ഇവിടെയാണ്. ഈ എഴുത്തോലയിൽ പഠിച്ച് വളർന്ന് ഈ അശക്തിയുടെ കീഴിൽ പഠിച്ച ആളാണ്. അപ്പോൾ അയാളുടെ മകളെയും അങ്ങനെ തന്നെ എഴുതിയിരുത്തണം. അവളുടെ ആരംഭവും ഇവിടുന്ന് ആഗ്രഹിച്ച് നാട്ടിലേക്ക് വരുന്ന ഒരാളാണ്. കാരണം അയാൾക്ക് അതിൻ്റെ ഒരു വാല്യൂ ഒക്കെ മനസ്സിലാക്കി അവിടുന്ന് തന്നെ മോൾ സ്റ്റാർട്ട് ചെയ്യുന്നത് ആഗ്രഹിച്ച് വരുന്ന ആൾ ഇവിടെ എത്തുമ്പോൾ തിരിച്ചറിയുന്നത് അവർ അനുഭവിക്കുന്ന സാഹചര്യങ്ങളൊക്കെ തിരിച്ചറിഞ്ഞ് അവരെ സഹായിക്കാനും അല്ലെങ്കിൽ അവർക്ക് വേണ്ടി ചെയ്യാൻ വേണ്ടി ശ്രമിക്കുന്ന ഒരു കറണ്ട് ജനറേഷൻ ആക്ടറാണ് എൻ്റെ ക്യാരക്ടർ വരുന്നത്. അപ്പോൾ അത് സാറിനെ ഏൽപ്പിച്ചു. വളരെ സന്തോഷം. പറഞ്ഞ പോലെ ഒരു വലിയൊരു ഭാഗ്യമാണ് വന്നത്. തീർച്ചയായിട്ടും ഹാപ്പിയാണ്. ശങ്കർ സാർ, ഇപ്പോൾ ഈ എഴുത്തോല എന്നൊരു കൺസെപ്റ്റ് അല്ലെങ്കിൽ ഈ നിലമെഴുത്ത് എന്ന ആശയം ഇത് എപ്പോഴാണ് ഒരു സിനിമ എന്നുള്ള നിലയിലേക്ക് ആക്കാം എന്നുള്ളത് ഡയറക്ടറിന് എപ്പോഴെങ്കിലും ചോദിച്ചിട്ടുണ്ടോ? അദ്ദേഹത്തിന് എപ്പോഴാണ് ഈ ഐഡിയ ഉണ്ടായിട്ടുള്ളത്? ആർക്ക്? ഡയറക്ടർ? അദ്ദേഹം, അതായത് ഞാൻ പറഞ്ഞില്ലേ കുറച്ച് മുമ്പ് പറഞ്ഞാൽ, ഞങ്ങൾ വേറൊരു കുറച്ചും കൂടി വലിയ റേഞ്ചിലുള്ളൊരു സിനിമ ചെയ്യാൻ വേണ്ടി ആണ് എല്ലാ പ്ലാനിങ്ങും ചെയ്തത്. പക്ഷേ കുറച്ചുകൂടി ബഡ്ജറ്റ് കൂടിയ ഒരു സിനിമ. പക്ഷെ അത് ഒരുപാട് സമയമെടുക്കുന്നു എന്ന് അപ്പോഴാണ് ഈ കഥ പറയുന്നത്. പുള്ളി ഇങ്ങനൊരു സബ്ജക്റ്റ് ഉണ്ട്, നമുക്കത് ചെയ്താലോ എന്ന് ചോദിച്ചു. അപ്പോൾ സബ്ജക്റ്റ് കേട്ടപ്പോൾ ഞങ്ങൾക്ക് വലിയ ഇഷ്ടമായി. ബിക്കോസ് അത്തരം സിനിമകളും ഉണ്ടാവണം ഇൻഡസ്ട്രിയിൽ, മനസ്സിലായത്? നമ്മൾ വെറും കമേഴ്ഷ്യൽ സിനിമകൾ ചെയ്ത് അല്ലെങ്കിൽ അതിൽ കൂടെ കുറേ കാശുണ്ടാക്കി അതല്ലല്ലോ. സിനിമയ്ക്കും ഒരു വാല്യൂ ഉണ്ടല്ലോ. അപ്പോൾ അത് വെച്ചിട്ടാണ് ഞങ്ങളിങ്ങനെ ഇത് പറഞ്ഞപ്പോൾ ശരി ഇത് പ്രൊഡ്യൂസ് ചെയ്യാം. അങ്ങനെ ഞാൻ എൻ്റെ ഒരു വളരെ അടുത്ത സുഹൃത്താണ് മിസ്റ്റർ ഷൈനോ. അദ്ദേഹത്തിൻ്റെ അടുത്ത് പറഞ്ഞപ്പോൾ പുള്ളി പറഞ്ഞു ശരി ഞാനും വരാമെന്ന്. പുള്ളി അങ്ങനെ ഞങ്ങൾ 2 പേരും കൂടി ചേർന്നത് സ്റ്റാർട്ട് ചെയ്തു. പിന്നെ ബാക്കി കാര്യങ്ങളൊക്കെ പെട്ടെന്ന് പോയി ആരെ കാസ്റ്റ് ചെയ്യണമെന്ന് വലിയൊരു ഡൗട്ടായിരുന്നു. പക്ഷേ ഈ ക്യാരക്ടർ കൊണ്ടുപോകണ്ടേ, ഇതാണ് തുടക്കം തൊട്ട് അവസാനം വരയ്ക്ക് വരുന്നൊരു ക്യാരക്ടറാണ്. പല കാലഘട്ടമുണ്ട് ഈ ക്യാരക്ടറിന്. അപ്പോൾ അങ്ങനെ ഞങ്ങൾ കുറേ പേരെ ഇങ്ങനെ ആലോചിച്ച് അങ്ങനെയാണ് നിഷയിലേക്ക് എത്തിയത്. ബിക്കോസ് നിഷയുടെ പല പടങ്ങളും കണ്ടിട്ടുണ്ട്, അതല്ലാതെ ഉപ്പും മുളകും അതിലൊക്കെ അവരുടെ പെർഫോമൻസ് കാര്യങ്ങൾ. അപ്പോൾ അവർക്ക് ഈ ക്യാരക്ടർ ക്യാരി ചെയ്ത് കൊണ്ടുപോകാൻ പറ്റും എന്നൊരു വിശ്വാസം ഞങ്ങൾക്ക് തോന്നി. പ്രത്യേകിച്ച് ഡയറക്ടർക്ക് അദ്ദേഹമാണ് സജസ്റ്റ് ചെയ്തത് ശരിക്കും. അപ്പോൾ അങ്ങനെ ഞങ്ങൾ സംസാരിച്ചു, കാര്യങ്ങളൊക്കെ എല്ലാം തോന്നുന്നു. പിന്നെ അടുത്ത് ഓരോ ക്യാരക്ടേഴ്സ്, അപ്പോൾ ഇതിൽ ഒരു പ്രീസ്റ്റിൻ്റെ ക്യാരക്ടറുണ്ട്. അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് സിനിമയിൽ. ശരിക്കും ഒരു പ്രീസ്റ്റും ഇവരും തമ്മിലുണ്ടാകുന്ന ഒരു ബോണ്ടിങ് ആണ്. ബിക്കോസ് ഇവരൊരു കാലഘട്ടത്തിൽ ഒരു പ്രശ്നത്തിലേക്ക് പോകുമ്പോൾ സഹായിക്കാൻ ശ്രമിക്കുന്ന ഒരു ക്യാരക്ടറാണ് പ്രീസ്റ്റ് ജയകൃഷ്ണൻ ചെയ്തിരിക്കുന്നത്.
അതും വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ഈ സിനിമയിൽ. പിന്നെ കൃഷ്ണപ്രസാദ് ചെയ്തിരിക്കുന്ന ആശാൻ എന്ന് പറയുന്ന ക്യാരക്ടർ ഹസ്ബൻഡായിട്ട് ചെയ്തിരിക്കുന്ന പുള്ളിക്ക് അതൊരു ചാലഞ്ചിങ് ആയിരുന്നു. ഒരു ഏജും കാലഘട്ടവും പിന്നെ ഒക്കെ അതിലേക്ക് വരണം. പിന്നെ അടുത്ത് ഹേമന്താണ് ഈ പടം കൊണ്ടുപോകുന്നത്. ബിക്കോസ് ഹേമന്തിലൂടെയാണ് ഈ കഥ പറയുന്നത്. ഹേമന്ത് ഇന്നിപ്പോൾ വലിയ നിലയിലാണ്. അപ്പം കുട്ടിയെ എഴുത്തിനിരുത്തണം, ഈ ആശാത്തിയുടെ അടുത്ത് തന്നെ ഇരുത്തണം എന്ന് വെച്ചിട്ടാണ് ഈ നാട്ടിലേക്ക് വരുന്നത്. പക്ഷെ അപ്പോൾ അവിടെ വരുമ്പോൾ കേൾക്കുന്ന കാര്യങ്ങളൊക്കെ വേറെ വേറെ കാര്യങ്ങളാണ്. അപ്പോൾ അവിടുന്ന് ഇത് എങ്ങനെ മനസ്സിലാക്കുന്നു, അവർക്ക് വേണ്ടി എന്ത് ചെയ്യാൻ പറ്റും, അവരിപ്പോൾ ഇന്ന് ജീവിച്ചിരിക്കുന്നില്ല എന്ന് മനസ്സിലാക്കുന്നു. അങ്ങനെ ഫൈനലി അത് എങ്ങനെ അതിനു വേണ്ടി എന്ത് ചെയ്യാമെന്ന് പറയുന്ന ഒരു സ്റ്റോറി. സാർ നേരത്തെ പറഞ്ഞ പോലെ നമ്മൾ തിയേറ്ററിൽ കാണുമ്പോൾ ഈ പടത്തിൻ്റെ ക്വാളിറ്റി, അല്ലെങ്കിൽ നമ്മൾ ആദ്യം വിചാരിച്ചൊരു അവാർഡ് ഫിലിം പോലെ സ്ലോ പേസ്റ്റ് ആവുന്ന വിചാരിച്ചത്. പക്ഷേ പടം നമ്മൾ ഔട്ട് കണ്ടപ്പോൾ വളരെ ഫാസ്റ്റ് പേസിൽ പോകുന്ന ഒരു വളരെ എൻഗേജിങ് സിനിമയായി നമുക്ക് തോന്നിയത്. അങ്ങനെയാണ് ഇതൊരു റിലീസിലേക്ക് നമ്മൾ എത്തുന്നത്. അത് അക്കാഡമിക് സ്വഭാവമുള്ള സിനിമയായിട്ട് അല്ലെന്നല്ല, രണ്ടും ഉണ്ട്, ബാലൻസ്ഡ് ആണ് സിനിമ. ഒരു അങ്ങനത്തെ സ്വഭാവമുള്ളൊരു സിനിമയാണ്. പക്ഷേ വളരെ എൻഗേജിങ് ആയിട്ടാണ് സിനിമ പോകുന്നത്. നമുക്ക് എവിടെയും ഒരു ലാഗോ കാര്യങ്ങളോ ഈ സിനിമയിലില്ല. അപ്പോൾ നല്ല ഗാനങ്ങളുണ്ട്. പിന്നെ എല്ലാവരും നന്നായിട്ട് അഭിനയിച്ചിട്ടുണ്ട്. നിഷയുടെ കാര്യം പറയണ്ട, അതല്ലാതെ തന്നെ ബാക്കി അഭിനയിച്ച എല്ലാവരും നന്നായിട്ട് ചെയ്തിട്ടുണ്ട്. പിന്നെ ലൊക്കേഷൻ, നല്ലൊരു ലൊക്കേഷൻ ഞങ്ങൾക്ക് എന്തോ ഭാഗ്യം കൊണ്ട് കിട്ടി. ഇതൊക്കെ വെച്ച് നോക്കുമ്പോൾ ശരിക്കും ആ കാലഘട്ടത്തിന് പറ്റിയൊരു ലൊക്കേഷനാണ് കിട്ടിയത്. നമ്മൾ വിചാരിച്ചു നമ്മൾ ആ കാലഘട്ടത്തിലാണ് അല്ലേ. ഹേമന്ത് ചെയ്ത ക്യാരക്ടർ ഒരു പക്ഷേ ഞാൻ ഡയറക്ടറോട് ഒരു പ്രാവശ്യം ചോദിച്ചു എന്താ ഇങ്ങനെ ഒരു മൂവി ചെയ്യാൻ കാരണം എന്ന് ചോദിച്ചപ്പോൾ പുള്ളി പറഞ്ഞത് പുള്ളിയുടെ ലൈഫ്, പുള്ളി ഞാൻ എന്നെ എന്നിട്ട് ഇങ്ങനെ കാസ്റ്റ് ചെയ്തതിന് ശേഷം പുള്ളി ഈ ആശാത്തി ഒറിജിനൽ ഈ ആശാത്തി ഉണ്ട്, ആ പുള്ളിയെ പഠിപ്പിച്ച ആശാത്തിയുടെ വീട്ടിൽ എന്നെ കൊണ്ടുപോയി അതെല്ലാം കാണിച്ചു. പിന്നെ അവിടുത്തെ ആ ഓലയിൽ എഴുതുന്ന ഒരു രീതിയൊക്കെ ഉണ്ട്, ഇങ്ങനെ പിടിച്ചിട്ട് അത് ഇങ്ങനെ അതെല്ലാം പഠിപ്പിച്ചു തന്നു. അങ്ങനെ 1-2 ദിവസം അങ്ങനെയൊക്കെ ഞാൻ പോയിരുന്നു. അപ്പോഴാണ് ഈ കാര്യങ്ങളൊക്കെ പറഞ്ഞത്. പുള്ളിയുടെ ആശാത്തിയാണ് ഹേമന്ത്. അപ്പൊ ഇപ്പൊ വിദേശത്തൊക്കെ ജീവിക്കുന്ന ആ ജനറേഷനുള്ള ആൾക്കാരെല്ലാം ഇങ്ങനത്തെ ഒരു കാലഘട്ടത്തിൽ നിന്നാണ് അവര് പോയിട്ടുള്ളത്. അപ്പൊ അവർക്കൊക്കെ ഇതൊരു വല്ലാത്തൊരു മെമ്മറിയാണ്. ശരിക്കും ആ ഒരു ഏജിലുള്ളവരും ഇത് അനുഭവിച്ച ആൾക്കാരൊക്കെ ഈ മൂവി കാണുമ്പോൾ ഒരു പക്ഷേ അവർ ആ ഒരു ഇതിലേക്ക് എത്തും, റിലേറ്റ് ചെയ്യാൻ സാധ്യതയില്ല. ചേച്ചിയുടെ ക്യാരക്ടർ ഇപ്പോൾ പാറക്കുട്ടി ആശാത്തി എന്നാണ് പറയുന്നത്. ഇപ്പൊ ഈ റെഫറൻസ് എടുത്തു എന്നുള്ളതും പറയുന്നുണ്ടായിരുന്നു. എങ്ങനെയായിരുന്നു ചേച്ചിയുടെ ആക്ടിങ് കരിയറിൽ എത്രത്തോളം ഡിഫറെന്റ് ആണ് പാറക്കുട്ടി ആശാത്തി? എത്രത്തോളം എന്ന് പറയാൻ പറ്റില്ല, ഒരുപാട് ഡിഫറെന്റ്. അതായത് നമ്മൾ ഇപ്പോൾ ഒരു ആർട്ടിസ്റ്റിനെ സംബന്ധിച്ച് ഇങ്ങനത്തെ ഒരു ക്യാരക്ടർ ചെയ്യാൻ കിട്ടുക എന്നുള്ളത് ഏറ്റവും മഹാഭാഗ്യമാണ്. കാരണം നമ്മളിൽ നിന്ന് ഒരുപാട് അകലെ നിൽക്കുന്ന, ഇനി എത്രയോ വർഷങ്ങൾ കഴിഞ്ഞിട്ട് സംഭവിക്കാൻ പോകുന്ന ഒരു ഏജ് നമുക്ക് ഇനി ഒരിക്കലും സംഭവിക്കില്ല എന്നുള്ള ഉറപ്പുള്ള കാലഘട്ടം എന്ന് വെച്ചാൽ അങ്ങനത്തെ ഒരു ഈ എഴുത്തോല ആ സമ്പ്രദായം അങ്ങനെയുള്ള കാലം നമ്മൾ കഴിഞ്ഞു പോയതാണ്. ഇനി ഒരിക്കലും അങ്ങനത്തെ ഒരു കാലഘട്ടം ഉണ്ടാകാൻ പോകില്ല. അപ്പോൾ അതിൽ രണ്ടിലും ഇടയ്ക്ക് നിന്ന് ഒരു ആർട്ടിസ്റ്റിന് ഇങ്ങനെ ഒരു ക്യാരക്ടർ ചെയ്യാൻ പറ്റുകയെന്ന് പറഞ്ഞാൽ വലിയ ഭാഗ്യമാണ്. എൻ്റെ ഏറ്റവും വലിയ ലോട്ടറിയാണ്, എക്കാലത്തെയും ഏറ്റവും വലിയ ലോട്ടറിയാണ് പാറക്കുട്ടി ആശാട്ടി. പിന്നെ നമുക്ക് ഒരു കാലഘട്ടത്തിൽ സ്കൂളുകളൊക്കെ സാധാരണ സ്കൂളുകളും അങ്ങനെയൊക്കെ ആയിരുന്നല്ലോ. ഈ ആശാനും ആശാത്തിയൊക്കെയാണ് എല്ലാവരെയും പഠിപ്പിച്ചിരുന്നത്, എഴുത്തിനിരുത്തിയിരുന്നൊക്കെ. പക്ഷെ അവിടെ നിന്ന് ഈ സ്കൂളുകൾ മാറി വന്നു, സ്കൂളുകൾ ഒരു ബിസിനസ്സായി. അപ്പം അത് എങ്ങനെ ഇവരെ ബാധിച്ചു, എങ്ങനെ ഇവർ താഴെ പോയി എന്നൊക്കെയുള്ള ഒരു കഥയും കൂടിയാണ് ഇതിൽ പറയുന്നത്. ഒരിക്കലും ഇപ്പോഴുള്ള ആൾക്കാരും ഇപ്പോൾ നമ്മൾ ഇംഗ്ലീഷ് മീഡിയത്തിൽ LKG അല്ലെ പ്ലേ സ്കൂൾ, LKG UKG കുട്ടികൾ നിങ്ങളൊക്കെ അങ്ങനെ ആയിരിക്കും പഠിച്ചിട്ടുള്ളത്. പക്ഷേ അവരാരും അവരുടെ പാരൻസോ അല്ലെങ്കിൽ അവരോ ഒരിക്കൽ പോലും ചിന്തിച്ചിട്ടില്ല ഇവരൊക്കെ എവിടെ പോയി, അല്ലെങ്കിൽ ഇവരുടെയൊക്കെ ലൈഫ് എന്തായിരുന്നു, പിന്നീട് ഇവരുടെ ലൈഫിൽ എന്ത് സംഭവിച്ചു, അവരുടെ ഫാമിലിയിൽ എല്ലാവർക്കും എന്ത് സംഭവിച്ചു എന്ന് ആരും ചിന്തിച്ചിട്ടില്ല. അവർക്ക് അതിൻ്റെ ആവശ്യമില്ല. പക്ഷേ ഈ മൂവി കാണുമ്പോഴായിരിക്കും മനസ്സിലാവുന്ന ആ ഒരു അവരുടെ അവസ്ഥകളെ കുറിച്ച് മനസ്സിലാകുന്നത്. ഒരാളല്ലല്ലോ ഇങ്ങനത്തെ ഒരു എത്രയോ ആൾക്കാരിങ്ങനെ ജീവിതം മുന്നോട്ട് കൊണ്ടുപോയിട്ടുണ്ട്. ചേച്ചി ഈ പറഞ്ഞപ്പോൾ ഒരു സംഭവം വരുമ്പോഴത്തേക്കും ഒരു വലിയ റെസ്പോൺസിബിലിറ്റി കൂടിയല്ലേ വരുന്നത്. അതായത് ഇപ്പൊ അണ്ടർ റെപ്രസെന്റഡ് ആയി പോകുന്ന ഒരു വിഭാഗം ആളുകളെ കൂടി റെപ്രസെന്റ് ചെയ്യുക എന്നുള്ളത്, അതൊരു അഡീഷണൽ പ്രഷറോ കാര്യങ്ങളോ എപ്പോഴെങ്കിലും ഉണ്ടാക്കിയിട്ടുണ്ടോ ഒരു ക്യാരക്ടറിനെ അവതരിപ്പിക്കുമ്പോൾ?
അഡീഷണൽ പ്രശ്നം അതൊന്നും ആലോചിച്ചിട്ടില്ല. എന്താ അഭിനയിക്കേണ്ടത് അതിലേക്ക് കയറി പോവുക എന്നുള്ളതേ ഉള്ളൂ. പിന്നെ ഇതിന്റെ പിന്നിൽ ഒരു ഡയറക്ടർ ഉണ്ടല്ലോ. ഡയറക്ടർ വളരെ പുള്ളി പാഷൻ ആക്ട് ചെയ്യാൻ പറ്റും. പുള്ളി വളരെ പുള്ളി അറിയാമായിരുന്നു എന്താ വേണ്ടെന്നുള്ളത്. നമുക്കത് വലിയ എളുപ്പമായിരുന്നു. കൃത്യം പറഞ്ഞു വരുമ്പോൾ ചെയ്യാൻ എളുപ്പമാണ്. പുള്ളി ഫസ്റ്റ് ടൈം ഡയറക്ടർ ആണെങ്കിൽ നേരത്തെ തന്നെ സ്ക്രിപ്റ്റ് എനിക്ക് 2-3 മാസം മുന്നേ തന്നിരുന്നു. 2-3 അല്ല, ഒരു മുന്നേ തന്നിരുന്നു. അപ്പോൾ ഞങ്ങൾ ഈ ഉപ്പുമുളകിനൊരു ഒരു ഗുണമാണത്. അത് ശരിക്കും പറഞ്ഞാൽ എൻ്റെ ഒരു കളരിയാണ് ഉപ്പുമുളക്. അപ്പം ഞങ്ങൾ അവിടെ രാവിലെ വന്നിട്ടുണ്ടെങ്കിൽ ഫസ്റ്റ് ഞങ്ങൾക്ക് എടുക്കേണ്ട ഫസ്റ്റ് സീൻ ഞങ്ങൾ 4 പ്രാവശ്യം ഇരുന്ന് വായിക്കും. ഒന്നിച്ചിരുന്ന് ഫസ്റ്റ് ഒരു പ്രാവശ്യം ഇവരൊന്ന് റഫായിട്ട് വായിക്കും. അപ്പോൾ തന്നെ നമ്മൾ മെമ്മറിയിലേക്ക് അത് മൊത്തം അങ്ങ് കയറുകയാണ്. അപ്പോൾ ഇത് ഈ സ്ക്രിപ്റ്റ് കിട്ടിയപ്പോൾ ഞാൻ ആദ്യം ഫസ്റ്റ് ഇങ്ങനെ മൊത്തമൊന്ന് വായിച്ചപ്പോൾ ആ നാട്, അതിലെ ആൾക്കാർ, ഞാൻ, എൻ്റെ ഫാമിലി, ഇങ്ങനെ ഒരു കുട്ടി, ഞാൻ പഠിപ്പിച്ച കുട്ടി വർഷങ്ങൾക്ക് ശേഷം നാട്ടിൽ വരുന്നു, അങ്ങനെ എല്ലാം നമ്മൾ മനസ്സിലേക്ക് ഇങ്ങനെ കയറുമല്ലോ. അത് മാത്രമേ എനിക്ക് ആകെ എനിലുണ്ടായിരുന്നുള്ളൂ. പക്ഷെ ഇതിന്റെ ഡയറക്ടർ ഉണ്ട്, പുള്ളി തന്നെ എഴുതിയ സബ്ജക്റ്റ് ആയതുകൊണ്ട് എല്ലാം വളരെ നന്നായിട്ട് പുള്ളി അത് ചെയ്തു. ഈ പടം ശരിക്കും പറഞ്ഞാൽ ഇതിൽ ഒരു ഫസ്റ്റ് ടൈം ഡയറക്ടറാണെന്ന് നമുക്ക് പറയാൻ പറ്റില്ല. അത്ര നന്നായിട്ട് ചെയ്തു. ഓഫ്കോഴ്സ് പല സപ്പോർട്ടുകൾ എല്ലാ സൈഡിൽ നിന്നും ഉണ്ടായിരുന്നു. ക്യാമറ സൈഡ് വളരെ നന്നായിട്ട് അവർ ശ്രീജിത്ത് ചെയ്തു. ക്യാമറ വർക്കാണ്. പിന്നെ അതൊക്കെ ഒരു അതേമാതിരി എന്നാലും അതൊരു വലിയ വർക്കായിരുന്നു. പക്ഷെ അതാ പറഞ്ഞത്, എല്ലാം ഒത്തുചേർന്ന് വന്നപ്പോൾ സിനിമയും നന്നായി. അതുകൊണ്ടാണ് ഞങ്ങൾ ഇന്നിപ്പോൾ ഇത് റിലീസ് ചെയ്യാൻ തീരുമാനിച്ചിരിക്കുന്നത്. ഇത് റിലീസ് ചെയ്യണം, ഇതെന്ത് സംഭവിച്ചാലും ശരി നമ്മൾ റിലീസ് ചെയ്യാൻ ഒരു ബഹളങ്ങളും ഇല്ലാതെ വളരെ സൈലന്റ് ആയിട്ട്, അല്ലേ, ഒരു കോലാഹലങ്ങളും ഒന്നുമില്ല, വളരെ സൈലന്റ് ആയിട്ട് ഒരു പടം, വളരെ നല്ലൊരു പടം. അല്ല, ഇത് മെയിൻലി സാർ ഉദ്ദേശിക്കുന്നത് എത്തിക്കണം പ്രേക്ഷകരിലേക്ക്. സാർ ഈ സിനിമ ചെയ്യുമ്പോൾ ആദ്യം ഒരു മോണിറ്ററി ബെനിഫിറ്റ് ചെയ്ത സിനിമയല്ല, ഒരു കണ്ടന്റ് ആൾക്കാർക്ക് എത്തിക്കാൻ ഉദ്ദേശിച്ച സിനിമയാണ്. അപ്പോൾ ഇത് ഇത്രയും നല്ല ഔട്ട് വന്നപ്പോൾ അത് റിലീസ് ചെയ്യാമെന്ന് സാർ ആലോചിക്കുന്നില്ല. സാറിന് ഒരു വലിയ മനസ്സ് ഞാൻ കാണുന്നു. കാരണം പലരും അങ്ങനെ ചെയ്യില്ല. ഒരു OTT സെല്ല് ചെയ്ത് വേഗം സേഫ് ആവാൻ നോക്കുന്ന സ്ഥലത്ത് തിയേറ്ററിൽ ഇറങ്ങണം, ആൾക്കാർ കാണണം എന്ന സംഭവം സാറ് ശ്രമിച്ചത്. അത് പ്രേക്ഷകർ സപ്പോർട്ട് ഞാൻ ആഗ്രഹിക്കുകയാണ്. കാരണം ഒരു ചാൻസ് കാണുന്നുണ്ട്, നല്ല ടോക്ക് വന്ന് ഫാമിലിയൊക്കെ കയറാൻ തുടങ്ങി. കാരണം ഒരുപാട് ഫാമിലി ഇമോഷൻസും സിനിമയ്ക്കകത്തുണ്ട്. എല്ലാ ഒരു പ്രായമായിട്ടുള്ള അമ്മയുടെ ലൈഫ് ഒക്കെ ഒരുപാട് ഇമോഷൻസ് മൊത്തം ചേച്ചി പറഞ്ഞ പോലെ ആ ഫാമിലി മൊത്തം ഇൻവോൾവ് ആണ് കഥക്കകത്ത്. അപ്പോൾ അവരുടെയൊക്കെ ഇമോഷൻസും അവസ്ഥകളൊക്കെ പറഞ്ഞു പോകുന്നൊരു അപ്പോൾ ഫാമിലി ഡ്രാമയാണ് സിനിമ. അപ്പോൾ അങ്ങനെ ഒരു ഫാമിലി കെമിസ്ട്രി സിനിമയാണ്. ഇപ്പോൾ സാറ് ഇതിന് മുൻപ് ഡയറക്റ്റ് ചെയ്തിട്ടുണ്ടല്ലോ, സിനിമകൾ പല ഡയറക്റ്റ് ചെയ്തിട്ടുണ്ടല്ലോ, മറ്റ് വർക്ക്സ് ചെയ്തിട്ടുള്ളപ്പോഴും എന്തെങ്കിലും ഒരു തീമോട് കൂടിയിട്ടാണ് പല എനിക്കൊന്ന് മണൽ നഗരം ഒഴിച്ച് ബാക്കിയുള്ളവയെല്ലാം ഓൾമോസ്റ്റ് ഒരു തീമോട് കൂടി തന്നെ. ഇപ്പോൾ കേരളോത്സവം ടെററിസ്റ്റിനെ പറ്റിയിട്ട് പറയുന്നു, ഇപ്പോൾ ബാലവേലയെ പറ്റിയിട്ടൊരു വീഡിയോ ഫിലിം ചെയ്യുന്നു. അത്തരത്തിൽ ഇപ്പോൾ ചെയ്യുന്ന സിനിമകൾക്ക്, ഇപ്പോൾ അഭിനയിക്കുന്നതിനേക്കാൾ ഉപരി ചെയ്യുന്ന സിനിമകൾക്ക് ഒരു സോഷ്യൽ കമ്മിറ്റ്മെന്റ് കൂടി ഉണ്ടാവണം എന്ന് തോന്നുന്നു. അത് തന്നെ, തീർച്ചയായിട്ടും ആ സോഷ്യൽ കമ്മിറ്റ്മെന്റ് ഉണ്ടാവണം എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. ബിക്കോസ് നമ്മൾ എന്തെങ്കിലും ഒന്ന് പറയാൻ ശ്രമിക്കണം അവിടെ. അത് ജനങ്ങൾ ഏറ്റെടുക്കുകയോ ഇല്ല, അതൊക്കെ വേറെ കാര്യം. പക്ഷേ എന്തെങ്കിലും ഒന്ന് നമ്മൾ ഒരു മെസ്സേജ് അതിനകത്ത് കാണണം എന്നുള്ളതാണ് ഞാൻ എപ്പോഴും പക്ഷെ ഞാൻ ചെയ്യുന്ന അടുത്ത പടം അങ്ങനെയാണ്, കമേഴ്ഷ്യലാണ്. അതുകൊണ്ടാണ് നമ്മൾ ഈ പടം ചെയ്യാൻ തീരുമാനിച്ചത്. ശരിക്കും പറഞ്ഞാൽ അത് തന്നെയാണ്. പക്ഷേ ഇതിൻ്റെ ഡയറക്ടർ ഇപ്പോൾ ഈ പടം ഒരുപാട് ഇൻ്റർനാഷണൽ അവാർഡ്സിൽ ഇത് പോയി നല്ല പേരുണ്ടാക്കി. പക്ഷേ ഇവിടെ നമുക്കൊന്നും ഒരു അംഗീകാരവും കിട്ടിയിട്ടില്ല. അത് നമ്മുടെ സിസ്റ്റം എന്താണ് നമുക്കറിയില്ല. അതിനെപ്പറ്റി ഞങ്ങളതിനെ പറ്റി ആലോചിക്കാനും പോയിട്ടില്ല. അതിനെപ്പറ്റി നമുക്ക് ഡിസ്കസ് ചെയ്യേണ്ട കാര്യമില്ല. ഒരുപാട് 8-10 അവാർഡ് ഇതിന് കിട്ടിയിട്ടുണ്ട്. 13 അവാർഡ് ഇതിന് കിട്ടിയിട്ടുണ്ട്. പലതൊന്നും അതിൽ ഇട്ടിട്ടില്ല. കുറേ റാക്കി ഇതൊക്കെ കിട്ടിയിട്ടുണ്ട്. പക്ഷെ അവർ പോലും ഈ ഒരു തീം അവർക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടിട്ടുണ്ട്. അവർ കാണുന്ന ഒരു ടീച്ചറും അതൊക്കെയാണ് അവർ അങ്ങനെയാണ് സിനിമ കാണുന്നത്. അപ്പോൾ നമ്മുടെ നാടിന്റെ ഒരു കൾച്ചർ, നേരത്തെ വിദ്യാഭ്യാസത്തിന്റെ വേറൊരു കൾച്ചർ, അത് വേറൊരു രാജ്യത്ത് കാണുമ്പോൾ അവർക്ക് ഉണ്ടാവണ ഒരു എമോഷൻസ്, സബ് ടൈറ്റിൽസ് ഒക്കെ ഉള്ളതുകൊണ്ട് ഇന്നിപ്പോൾ എല്ലാവർക്കും റിലേറ്റ് ചെയ്യാൻ പറ്റും. അതൊരു നമ്മൾക്ക് പക്ഷെ പുതിയത് വന്നപ്പോൾ നമ്മളത് പഴയതിന് അംഗീകാരം ഇല്ലാതായി പോയി എന്നുള്ളതാണ് കിടക്കുന്നത്. ഇപ്പോൾ ചേച്ചിയുടെ ഒപ്പീനിയൻ എന്താണ്? ഇപ്പോൾ ഒരു സിനിമയ്ക്ക് സോഷ്യൽ കമ്മിറ്റ്മെന്റ് ഉണ്ടാവണം എന്നുള്ളൊരു സ്റ്റാൻഡ് തന്നെയാണ് ചേച്ചിക്കുള്ളത്? ഉറപ്പായിട്ടും നമുക്ക് എന്റർടൈൻമെന്റ് ആവശ്യമാണ്, അത് വേണ്ടാന്നല്ല പറയണേ. പക്ഷെ ഒരു 5 എണ്ണം അത് വരുമ്പോൾ 2 എണ്ണമെങ്കിലും ഇങ്ങനെ വരണം. കാരണം നമ്മൾ എല്ലാം സമൂഹത്തിനും കൂടെ വേണ്ടിയിട്ടായിരിക്കണമല്ലോ ചിലതൊക്കെ.
എല്ലാമല്ലെങ്കിൽ പോലും. ഇത്തരം സിനിമകൾ വിജയിച്ചിട്ടുണ്ടല്ലോ, എത്രയോ സിനിമകൾ വിജയിച്ചിട്ടുണ്ട്. ശരിക്കും ഇപ്പോൾ അടുത്ത കാലത്ത് ഇപ്പോൾ കളിക്കുന്ന സിനിമ പോലും നല്ല കണ്ടന്റുള്ള സിനിമയാണ്, അതുകൊണ്ട് അതും വിജയിക്കുന്നുണ്ട്. ഇതിനു മുമ്പ് വന്ന വേറൊരു സിനിമ ഉണ്ടായിരുന്നു, പേര് എനിക്ക് പെട്ടെന്ന് കിട്ടുന്നില്ല, അത് ഇതുപോലെ ഒരു സിനിമയായിരുന്നു, അതും വിജയിച്ചിട്ടുണ്ട്. അതൊക്കെ അതാ പറഞ്ഞത്, ഇപ്പം ഇന്ന് സിനിമ എന്ന് പറയുന്നത് ജനങ്ങളിലേക്ക് എത്തിക്കണം, നമ്മൾ എത്തിച്ചാൽ മാത്രമേ അത് വിജയിക്കുള്ളൂ. അപ്പോൾ അതിനുള്ള ശ്രമങ്ങൾ നമ്മൾ ചെയ്യുന്നു. ഇപ്പോൾ ചേട്ടൻ്റെ ക്യാരക്ടർ നന്ദൻ എന്നാണ് ക്യാരക്ടറിന്റെ പേര്. ഈ ക്യാരക്ടറിലൂടെയാണല്ലോ സിനിമ മൊത്തം. നന്ദൻ എഫക്റ്റീവ്ലി പ്രേക്ഷകനായിട്ടാണ് വർക്ക് ചെയ്യുന്നത്, അദ്ദേഹത്തിന്റെ കണ്ണിലൂടെയാണ് പോകുന്നത്. ആ ഒരു എക്സ്പീരിയൻസ് എങ്ങനെ ഉണ്ടായിരുന്നു അത്തരത്തിലുള്ള ക്യാരക്ടർ ചെയ്യുന്നത്? അത് ഇൻട്രസ്റ്റിംഗ് ആണ്, കാരണം ഒരു സിനിമ കൊണ്ടുപോകുന്ന വളരെ രസകരമായ കാര്യമാണ്. കാരണം ഞാൻ സിനിമ കാണുമ്പോൾ എനിക്ക് അതിന്റെ ഡെപ്ത് മനസ്സിലായത്. കാരണം ഞാൻ അഭിനയിക്കുമ്പോൾ നമുക്ക് ബാക്കിയൊന്നും അറിയുന്നില്ലല്ലോ, എൻ്റെ ഭാഗങ്ങൾ ചെയ്യുന്നു. പക്ഷേ ഈ ആശാത്തിയുടെ പോർഷൻസ് കാണുമ്പോൾ അതിൻ്റെ ഇമോഷണൽ കണക്ട് എനിക്ക് മനസ്സിലാവുന്നപ്പോഴാണ് എനിക്ക് തന്ന പോർഷൻസ് അഭിനയിച്ചുമ്പോൾ ഇത്ര നമുക്ക് ഫീൽ ചെയ്യില്ല. പക്ഷെ അത് ഒരു പ്രേക്ഷക നിലയിൽ കാണുമ്പോഴാണ് ആ ഡെപ്ത് മനസ്സിലാവുന്നത്. അപ്പോൾ സിനിമ ആദ്യം മുതൽ അവസാനം വരെ എൻ്റെ ക്യാരക്ടർ ത്രൂ ഔട്ട് പടത്തിനകത്തുണ്ട്. അപ്പോൾ അതൊരു എനിക്കൊന്ന് വളരെ യുണീക്ക് ആയിട്ട് എക്സ്പീരിയൻസ് ഞാൻ ചെയ്തിട്ടില്ല ആ സിനിമകളൊന്നും, എൻ്റെ ക്യാരക്ടേഴ്സ് ആണ് ചെയ്തിട്ടില്ല. ഇതിൽ ശരിക്കും ഹേമന്ത് നാട്ടിലേക്ക് വരുന്നത് കുട്ടിയെ ഈ ആശാത്തിയുടെ അടുത്ത് എഴുതിപ്പിക്കണ വെച്ചിട്ടാണ്. പക്ഷെ വൈഫിൻ്റെ ക്യാരക്ടർ അത് ഇഷ്ടപ്പെടുന്നില്ല, ന്യൂജൻ വൈഫാണ്. അവർ പറയുന്നത് ഇതൊക്കെ നല്ല സ്കൂളിൽ കൊണ്ടുപോയി ചെയ്യാതെ എവിടെയാണോ എന്നൊക്കെ ചോദിച്ച് വരുന്നൊരു സ്ത്രീയാണ്. പക്ഷെ അതല്ല ഇയാൾ പറയുന്ന ഒരു ഇമോഷൻ, അതൊരു വളരെ ഇമോഷണൽ കണക്ഷൻ അവർ ഉണ്ടാവുന്നുണ്ട് ഈ ആശയത്തിയായിട്ട്. അപ്പോൾ അത് വേണം, അത് കുട്ടിയുടെ മോറൽ ക്വാളിറ്റീസിനെ ഇമ്പ്രൂവ് ചെയ്യുന്ന പുള്ളി പറയുന്നത്, അല്ലാതെ വെറുതെ പേരിനതല്ല. ആ ഒരു ബന്ധം വളരെ നല്ലതാണെന്ന് പറയുന്ന ഒരു സംഭവമാണ്. പണ്ട് കാലത്ത് നമ്മളിപ്പോൾ ഈ സ്കൂളിൽ പോയി ചെയ്യുന്നതിനെക്കാട്ടിലും ആശാത്തിയും 5 കുട്ടികളുണ്ടാവും 10 കുട്ടികളുണ്ടാവും. ഈ ആശാത്തി പഠിപ്പിക്കുന്ന ആൾക്ക് വളരെ ചെറിയ ആൾക്കാർക്ക് പറയുന്നത്. അപ്പോൾ അത്രയും ഡെപ്ത് ആയിട്ടൊരു ബന്ധം അവരിൽ ഫോം ചെയ്യുന്നുണ്ട്. അപ്പോൾ അത് കുട്ടികളുടെ ക്യാരക്ടർ ബിൽഡ് ചെയ്യുന്നതിൽ ഒരുപാട് ഹെൽപ്ഫുൾ ആണ് സംഭവമൊക്കെ. അപ്പോൾ അതൊക്കെയാണ് പറഞ്ഞു അങ്ങനത്തെ ഒരുപാട് ആസ്പെക്ട്സ് പറഞ്ഞു വരുന്നുണ്ട്. ഒരു സ്കൂളിൽ പോകുന്നതിനെക്കാട്ടിലും നല്ല കുട്ടികളെ വളർന്നതിനുള്ള സാഹചര്യം ഉണ്ട് ഒരു ആശാത്തി പഠിപ്പിക്കുമ്പോൾ. ഈ ഇപ്പൊ പറഞ്ഞ പുറം രാജ്യങ്ങളിൽ കൊണ്ടുപോയി കാണിക്കുമ്പോഴത്തേക്കും അവരിതിനെ റീഡ് ചെയ്യുന്നത് സ്റ്റുഡന്റ് ടീച്ചർ ബന്ധം അല്ലെങ്കിൽ ആ ഒരു രീതിയിലാണ് അവർ കൂടുതൽ വായിക്കുന്നതെന്നാണ് പറയുന്നത്. ഈ സ്റ്റുഡന്റ് ടീച്ചർ ബന്ധത്തിന്റെ കഥ ഇന്നത്തെ കാലത്ത് പറയുമ്പോൾ അതിലെന്തെങ്കിലും ആശങ്കകളോ സ്വീകരിക്കപ്പെടുമോ എന്നുള്ള ആശങ്കകളോ എന്തെങ്കിലും? സ്റ്റുഡന്റ് ടീച്ചർ ബന്ധം മാത്രമല്ല, ഇത് ആ ടീച്ചറുടെ ഒരു എവല്യൂഷൻ ആണ് ലൈഫിൽ, അവരുടെ ഗ്രോത്ത് ആണ് ലൈഫിലുള്ളത്. അവർ ചെറുപ്പത്തിൽ ഇത് വെച്ച് വരുന്നു, അവർ പ്രോഗ്രസീവ്ലി അവരതിന് പുറത്താക്കപ്പെടുന്നു. അപ്പോൾ ഒരുപാട് കുട്ടികളെ പഠിപ്പിച്ച് വളർത്തി വിട്ടൊരു ടീച്ചർ കുറച്ച് കഴിയുമ്പോൾ ഒന്നുമില്ലാതാവുന്ന ഒരു അവസ്ഥയ്ക്ക് എത്തുകയാണ്. അവരുടെ ഇമോഷൻസുള്ള പോകുന്ന സിനിമയാണ്. വെറും ഒരു അധ്യാപകരുടെ കഥ മാത്രമല്ല, ഒരു വ്യക്തിയുടെ ലൈഫാണ് ആക്ച്വലി പറഞ്ഞു പോകുന്നത്. ഒരുപാട് പേര് സ്നേഹിച്ച് അവരുടെ സെന്റർ ഓഫ് അട്രാക്ഷൻ ആയിരുന്ന ഒരാൾ പെട്ടെന്ന് ലൈഫിൽ ഒന്നുമില്ലാതായിട്ട് വയസ്സാകുമ്പോഴേക്കും ഒരു പുറത്താക്കപ്പെടുന്നു, വീട്ടിൽ നിന്നൊക്കെ പുറത്താക്കപ്പെടുന്ന ഒരു അവസ്ഥയ്ക്ക് എത്തുന്നത്. അപ്പോൾ അങ്ങനെ അവരുടെ ലൈഫ് പറഞ്ഞു പോകുന്ന കഥയാണല്ലോ സിനിമ. ഒരു വെറും അധ്യാപകരുടെ കഥ മാത്രമല്ല, ഒരു ഫാമിലി ഇമോഷൻസ് പറഞ്ഞ ഒരു കഥയാണ്. ഫാമിലി ഉണ്ട് ഇതിനകത്ത്, അവരുടെ ഒരു ഫാമിലി, അവരുടെ പ്രശ്നങ്ങൾ, നാട് ചേർന്നുണ്ട്. ആ ഫാമിലി മാത്രമല്ല, ഒരു നാട് അതുമായി ബന്ധപ്പെട്ട കണക്ഷൻസ് ഉണ്ട്. ഇതിലിപ്പോ പല ഏജ് ഗ്രൂപ്പിൽ ഉള്ള പല ഏജസിലുള്ള പല കാലഘട്ടങ്ങളുള്ള വേഷം ചെയ്യുന്നുണ്ടല്ലോ. ഇപ്പൊ നമ്മള് ഹോസ്റ്റൽസ് കാണുമ്പോഴും മെഡിസിൻസ് കാണുമ്പോഴും ആ വ്യത്യസ്ത ഏജസിൽ ചെയ്യുന്നു എന്നുള്ളത്. ഈ ഒരു പ്രത്യേകിച്ച് ഓൾഡ് ഏജിലൊക്കെ ചെയ്യുമ്പോൾ അത് എത്രത്തോളം വെല്ലുവിളി ഉയർത്തുന്നത് ആസ് ആൻ ആക്ടർ ചേച്ചിക്ക്? നമ്മളൊരു ആർട്ടിസ്റ്റിനെ സംബന്ധിച്ച് ഏത് ക്യാരക്ടർ കിട്ടിയാലും ചെയ്യാം എന്നുള്ളൊരു കോൺഫിഡൻസ് ഉണ്ടാവുക എന്നുള്ളതാണ്. അത് നമുക്ക് വെറുതെ ഉണ്ടാവില്ല, നമ്മൾ മാത്രം വിചാരിച്ചാൽ ഒരിക്കലും ഉണ്ടാവില്ല. നമ്മളെ അത് ഏൽപ്പിക്കുന്ന ആൾക്കാർ, നമ്മളെ അത് മുന്നോട്ട് കൊണ്ടുപോകുന്ന ആൾക്കാർ, നമ്മുടെ കൂടെ നിൽക്കുന്ന ആൾക്കാർ, അവിടെ നിൽക്കുന്ന ലൊക്കേഷനിലുള്ള കംപ്ലീറ്റ് ക്രൂ, ഇതെല്ലാം കൂടി ചേരുമ്പോഴേ ആ ആർട്ടിസ്റ്റിന് അത് നന്നായിട്ട് ചെയ്യാൻ പറ്റുള്ളൂ. ഒരു ആക്ടർക്കും ശരിക്കും ഒരു വലിയ സപ്പോർട്ട് ഡയറക്ടർ സൈഡിൽ നിന്നുണ്ടായിരിക്കണം, എല്ലാവരുടെ സൈഡിൽ നിന്നും ഉണ്ടെങ്കിൽ മാത്രമേ നമുക്കത് നമുക്ക് അഭിനയിക്കാൻ പറ്റൂ. അവിടെ ലൊക്കേഷൻ ഒരാൾ വിചാരിച്ചാൽ മതി, മൊത്തം ആ ക്യാരക്ടർ തന്നെ അവർക്ക്. അപ്പോൾ അതുകൊണ്ട് അതാണ് എനിക്കത് ചെയ്യാൻ പറ്റിയെങ്കിൽ അത് കാരണം അത് തന്നെയാണ്. അപ്പൊ ആർക്കും എല്ലാവർക്കും അങ്ങനെ തന്നെയാണ്. എല്ലാ ആർട്ടിസ്റ്റും ഒരാളെ മുഖം കാത്ത് നമുക്കത് ആ ഒരു എനർജി നമുക്ക് പാസ് ചെയ്യും, ഒന്നും ചെയ്യാൻ പറ്റില്ല. ഇങ്ങനത്തെ ക്യാരക്ടേഴ്സ് പ്രത്യേകിച്ച്. ഇപ്പോൾ ഡയറക്ടർ പ്രശാന്ത് ഒരു ഡിസ്കഷനിൽ പറയുകയുണ്ടായി, അതായത് ഒരു അക്കാഡമിക് സ്വഭാവമുണ്ട്, അല്ലെങ്കിൽ ഫിലിം ഫെസ്റ്റിവലുകളുടെ അവാർഡ് കിട്ടിക്കഴിഞ്ഞാൽ അത് ആ സിനിമയ്ക്ക് ഒരു ടാഗ് പോലെയാണ്, ഒരു വലിയ ബാധ്യത പോലെയാണ്. അതായത് ഉടനെ അതൊരു അവാർഡ് ഫിലിമാണ് എന്ന് പറഞ്ഞ് കാറ്റഗറൈസ് ചെയ്ത് കഴിഞ്ഞു. അതിന് മുകളിലേക്ക് നിൽക്കുന്ന രീതിയിൽ സിനിമ പെർഫോം ചെയ്താലേ ഒരു പ്രേക്ഷകരുടെ ഇടയിലേക്ക് ഒരു സ്വീകാര്യത എന്നൊരു സംഭവം കിട്ടുകയുള്ളൂ എന്നൊരു സെൻസിൽ അദ്ദേഹം ഒരിക്കൽ പറയുകയുണ്ടായി. അപ്പോൾ സാറിന് എന്താണ് അതിനെപ്പറ്റിയുള്ള അഭിപ്രായം? അത് ഈ സിനിമയെ അത്തരത്തിൽ, അതായത് ഇന്റർനാഷണൽ റെക്കഗ്നിഷൻസ് ഒക്കെ കിട്ടുക എന്നുള്ളത് ഈ സിനിമയെ സംബന്ധിച്ചിടത്തോളം അത് ഏത് രീതിയിൽ ബാധിക്കുമെന്നാണ് സാർ കരുതുന്നത്? അല്ല ബാധിക്കില്ല. ബിക്കോസ് ഞാൻ ഫീൽ ചെയ്യുന്ന ഇത്തരം സിനിമകൾ മാത്രം കാണുന്ന ആളുകളുണ്ട്.
ഇത്തരം സിനിമകൾ മാത്രം. എനിക്കറിയാം എത്രയോ പേര് ഇതുപോലുള്ള സിനിമ വരുമ്പോൾ അവരതിനെ പോകുള്ളൂ, മറ്റേ സിനിമകളൊന്നും അവർക്ക് ഇഷ്ടമല്ല. സത്യം പറയാം, എത്രയോ പേരുണ്ട് അങ്ങനെ കമേഴ്ഷ്യൽ സിനിമയെ കണ്ടിട്ട് ഇത് എന്ത് സിനിമയാണോ എന്നൊക്കെ പറയുന്ന ആൾക്കാരുണ്ട്. പക്ഷേ ഇത്തരം സിനിമകൾ കാണുന്ന ആൾക്കാർ തീർച്ചയായിട്ടും ഇതുപോലെയുള്ള സിനിമയ്ക്ക് വരും. അതൊരു വലിയ ഒരു ഗ്രൂപ്പ് ഓഫ് ആൾക്കാരുണ്ട്, ഇൻ്റലക്ച്വൽസും സിനിമയെ സ്നേഹിക്കുന്നവരൊക്കെ ഉണ്ട്. അപ്പോൾ അവർ വന്ന് കണ്ടാൽ തന്നെ നമുക്ക്, പക്ഷെ അവർ കണ്ട് ഇതിൻ്റെ അഭിപ്രായം പുറത്ത് വന്നാൽ തീർച്ചയായിട്ടും വേറെ ആൾക്കാർ കയറി. മേ ബി ഇതൊരു യൂത്ത് ഓറിയൻറ്റഡ് സിനിമയൊന്നും ആയിരിക്കില്ല, പക്ഷേ ഒരു സർട്ടൻ ക്ലാസിൻ്റെ ഉള്ളിൽ ഈ സിനിമ ചിലപ്പോൾ കയറി പോകും. ചേട്ടനോടൊരു ക്വസ്റ്റ്യൻ. ഇപ്പം ശങ്കർ സാർ പറയുകയുണ്ടായി ഒരു എന്താണ് ഇപ്പോൾ സാറിൻ്റെ ജനറേഷനിൽപ്പെട്ട ആൾക്കാരെ പറ്റിയാണ് സാർ കൂടുതലും പറഞ്ഞത്. ഇപ്പം ഈ ടൈപ്പ് സിനിമകൾ കാണാൻ വരുന്ന ആളുകളാണ് അവർ. ചേട്ടൻ്റെ ജനറേഷനിലുള്ള ഓഡിയൻസ് മെമ്പേഴ്സിൽ എത്രത്തോളം ഇത്തരത്തിലുള്ള സിനിമകളെ എൻഡോഴ്സ് ചെയ്യുന്ന അല്ലെങ്കിൽ സപ്പോർട്ട് ചെയ്യുന്ന ആളുകളുണ്ടാവും? നേരത്തെ ഞാൻ പറഞ്ഞ പോലെ ഞാൻ ഈ സിനിമയുടെ കഥ കേൾക്കുമ്പോഴും അഭിനയിക്കുമ്പോഴൊക്കെ ഞാൻ വിചാരിച്ചത് ഈ പറഞ്ഞ പോലെ അവാർഡ് പടമായിരിക്കും, ഒരു സ്ലോ പേസ് മൂവി ഞാൻ വിചാരിച്ചു. പക്ഷേ ഈ സിനിമ ആദ്യമായിട്ട് തിയേറ്ററിൽ ഞാൻ അപ്പോഴാണ് ഫസ്റ്റ് സിനിമ മൊത്തം കാണുന്നത്. അപ്പോൾ ഇതിൻ്റെ ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് ആയാലും പെർഫോമൻസ് ആയാലൊക്കെ വളരെ നേരത്തെ ഞാൻ പറഞ്ഞ പോലെ ഒരു വളരെ നല്ല പേസിൽ പോകുന്ന സിനിമയാണ്. ഒരു സ്ലോ പേസ് സിനിമയോ ഒരു ബോറിംഗ് സിനിമ ലാഗ് ഒന്നും സിനിമയ്ക്കത്തില്ല. അപ്പോൾ ഞാനിപ്പോൾ ഒരു സിനിമ എൻ്റെ സിനിമ വെച്ച് കാണാറില്ല, ഒരു സിനിമ ആസ് എ ഹോൾ ഞാൻ കാണാറുള്ളൂ. എനിക്ക് കണ്ടപ്പോൾ വളരെ ഇഷ്ടം, ഞാൻ സാറ് പറഞ്ഞ കാര്യമാണ്, എനിക്ക് സിനിമ കണ്ടപ്പോൾ വളരെ ഇഷ്ടപ്പെട്ടു. അപ്പോൾ അതുകൊണ്ട് മേ ബി ആ ഒരു ജനറേഷൻ ഇഷ്ടപ്പെടുന്നതാണ് സിനിമ. തിയേറ്ററിലേക്ക് ഡെഫിനറ്റ്ലി പറഞ്ഞ ടാഗ് ഡെഫിനറ്റ്ലി ഉണ്ട്, പക്ഷേ അത് ബ്രേക്ക് ചെയ്യാനാണ് നമ്മൾ ശ്രമിക്കുന്നത്. അങ്ങനെ ഒരു അവാർഡിട്ട് സിനിമ മോശമല്ലല്ലോ, സിനിമ അപ്പോഴും സിനിമ ക്വാളിറ്റി കൂടുതൽ ചെയ്യുന്നത്. പക്ഷെ ഇപ്പം ഇത് കുറേയൊക്കെ മാറി, അപ്പോൾ ആൾക്കാർ അങ്ങനത്തെ മൂവീസ് കാണാൻ ശ്രമിക്കുന്നുണ്ട്, ആഗ്രഹിക്കുന്നുണ്ട്. അപ്പോൾ ഹോപ്പ്ഫുള്ളി ഇറ്റ് വിൽ വർക്ക് ഔട്ട്. അപ്പോൾ ജൂലൈ 5-ാം തീയതി സിനിമ തിയേറ്ററുകളിലേക്ക് പ്രേക്ഷകരുടെ മുന്നിലേക്ക് എത്തുകയാണ്. അത് ലാസ്റ്റ് വേർഡായിട്ട് എന്താണ് മൂന്നർക്ക് പറയാനുള്ളത് സിനിമയിൽ? അല്ല, ഇത്തരം സിനിമകളെ പ്രോത്സാഹിപ്പിക്കണം. ബിക്കോസ് എല്ലാവർക്കും വലിയ വലിയ സിനിമ എടുക്കാൻ പറ്റുമോ? എത്രയോ സിനിമ നടക്കുന്നുണ്ട്, ചെറിയ സിനിമകൾ നടക്കുന്നുണ്ട്, വലിയ സിനിമകൾ നടക്കുന്നുണ്ട്, കോടികൾ മുടക്കിയിട്ടുള്ള സിനിമകൾ നടക്കുന്നുണ്ട്. പക്ഷേ ഇത്തരം സിനിമകൾ അതിനൊരു സ്പേസ് വേണം സിനിമയിൽ, എന്നാൽ മാത്രമേ സിനിമ ഉണ്ടാവുള്ളൂ. അല്ല, എല്ലാ കണ്ടന്റും ആൾക്കാരിലേക്ക് എത്തണം നമ്മൾ ആഗ്രഹിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് ഈ സിനിമ ഇത് ഒരിക്കലും ഒരു അവാർഡ് പടമല്ല, ഇത് വളരെ രസകരമായി എൻജോയ് ചെയ്ത് പോകാൻ പറ്റുന്ന ഒരു ഫാമിലി സിനിമയാണ്. അത് നമുക്ക് ഉറപ്പ് വരാൻ പറ്റും. അപ്പോൾ ആൾക്കാരെ കാണുക, ഇഷ്ടപ്പെടുന്ന അഭിപ്രായങ്ങൾ ഷെയർ ചെയ്യുക, അങ്ങനെ ആൾക്കാരിലേക്ക് എത്തിക്കാൻ മാത്രമേ റിക്വസ്റ്റ് ചെയ്യാൻ പറ്റുള്ളൂ. ഒന്നുമില്ലെങ്കിലും ഇത്രയും അവാർഡുകൾ വെറുതെ കിട്ടില്ലല്ലോ, അത് ഏറ്റവും കൂടുതൽ പുറത്താണ്. ഇന്റർനാഷണൽ അവാർഡ്സ് കിട്ടുമ്പോൾ അതിന്റെ ക്വാളിറ്റി ഉറപ്പിക്കാൻ പറ്റും. അപ്പോൾ എന്തായാലും എഴുത്തോലയ്ക്കും നിങ്ങളുടെ എല്ലാവരുടെയും വരാൻ പോകുന്ന പ്രൊജക്ട്സിനും ഓൾ ദി ബെസ്റ്റ്. ശങ്കർ സാർ ഡയറക്ട് ചെയ്യുന്ന സിനിമ, ചേർന്ന് ആക്ട് ചെയ്യുന്നു, ചേച്ചിക്ക് ഉപ്പുമുളകും, മറ്റെല്ലാ വെഞ്ചേഴ്സിനും ഓൾ ദി ബെസ്റ്റ് പറയുന്നു. താങ്ക് യു സോ മച്ച്.